തിയേറ്ററിൽ പോയി സിനിമ കാണുവാൻ സാധിക്കാത്തവർക്കും സമയം ലഭിക്കാത്തവർക്കും നമ്മുടെ വീടിൻ്റെ സ്വകാര്യതയിൽ സൗകര്യമുള്ള സമയത്ത് സിനിമ കാണാം എന്ന സൗകര്യമാണ് OTT പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുന്നത്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ സ്വകാര്യതയിലിരുന്ന് സിനിമാ പ്രേമികൾക്ക് കണ്ടാസ്വദിക്കാവുന്ന ഒരു ത്രില്ലർ സിനിമയാണ് C5 OTT പ്ലാറ്റ്ഫോമിൽ ഉള്ള ഇനി ഉത്തരം എന്ന മലയാള സിനിമ. മലയാളത്തിൽ അടുത്തിറങ്ങിയ ഒരു കുറ്റാന്വേഷണ വിഭാഗത്തിൽപ്പെടുന്ന ഒട്ടും മുഷിയാതെ കണ്ടിരിക്കാവുന്ന ഒരു ത്രില്ലർ സിനിമ തന്നെയാണിത്. സിദ്ദിഖ്, അപർണ ബാലമുരളി, ഹരീഷ് ഉത്തമൻ, ചന്തുനാഥ്, ജാഫർ ഇടുക്കി, സിദ്ധാർത്ഥ് മേനോൻ എന്നീ പ്രമുഖ താരങ്ങൾ ഇതിൽ അഭിനയിക്കുന്നു. മലയാളത്തിലെ ത്രില്ലർ സിനിമകളുടെ ഉസ്താദ് എന്ന് വിളിക്കാവുന്ന ശ്രീ ജീത്തു ജോസഫ് എന്ന സംവിധായകൻ്റെ ശിഷ്യനായ സുധീഷ് രാമചന്ദ്രൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് ഈ സിനിമ. അതിനാൽ ഇതിൻ്റെ ത്രില്ലർ സ്വഭാവം പ്രേക്ഷകരിലേക്ക് എത്രത്തോളം ആഴ്ന്നിറങ്ങും എന്ന് നമുക്ക് മനസ്സിലാകും. ഞാനൊരാളെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് മുതൽ സിനിമയുടെ ത്രില്ലർ സ്വഭാവം മൂർധന്യത്തിലെത്തുന്നു. അവിടുന്ന് അങ്ങോട്ട് അന്വേഷണത്തിൻ്റെയും കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെയും ചുരുളഴിച്ചുകൊണ്ടുള്ള ആകാംക്ഷ നിറഞ്ഞ രംഗങ്ങളിലൂടെ സിനിമ മുന്നോട്ടു പോകുന്നു. അപർണയുടെ വേഷവും ഷാജോണിൻ്റെ ശക്തമായ CI വേഷവും ഹരീഷ് ഉത്തമൻ്റെ SP വേഷവും ഗംഭീരമായിട്ടുണ്ട്. ഇതുകൂടാതെ ചന്തുനാഥ് ചെയ്ത SI വേഷവും എടുത്തു പറയേണ്ടതാണ്. തിരക്കഥ എഴുതിയത് രഞ്ജിത്ത് ആൻഡ് ഉണ്ണി എന്നിവർ ചേർന്നാണ്. ഛായാഗ്രഹണം നിർവഹിച്ച ശ്രീ രവിചന്ദ്രൻ്റെ സിനിമാറ്റോഗ്രഫി സിനിമയുടെ മൂഡനുസരിച്ച് ആസ്വാദികരമായിരുന്നു. എഡിറ്റിംഗ് നിർവഹിച്ച ജിതിക് DKയും പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു. സാധാരണ മലയാളികൾ ഇഷ്ടപ്പെടുന്ന തമിഴ് ത്രില്ലർ സിനിമകളുടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്താവുന്ന ഒരു സിനിമയാണ് ഇനി ഉത്തരം. വീടുകളുടെ സ്വകാര്യതകളിൽ ഇരുന്നു കൊണ്ട് കാണാൻ സാധിക്കുന്ന മികച്ച ഒരു ത്രില്ലർ സിനിമ തന്നെയാണിത്. സിനിമ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ സർഗാത്മകതയിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ കാരണം സിനിമ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നില്ല എന്നതുകൊണ്ട് ഒരു സിനിമാ സൃഷ്ടിയും മോശമാകുന്നില്ല. ഇനിയും കൂടുതൽ നല്ല സിനിമകൾ നൽകി ആസ്വാദകർക്ക് നൽകുവാൻ ഈ കലാകാരന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത സിനിമയുടെ വിശേഷവുമായി വരാം. നന്ദി, നമസ്കാരം.